സാർ എല്ലായിടത്തും മണിപ്പൂര് വിഷയം വളരെ ഇത് കേരളത്തിന്റെ ചർച്ചയെ കുറിച്ചും മണിപ്പൂരിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ പറയേണ്ട ഉത്തരവാദിത്വം മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും കഴിഞ്ഞ പ്രാവശ്യം ആറന്മുളയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്കും മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. മണിപ്പൂരിനെ കുറിച്ച് സാറിനോട് പറയുമ്പോൾ മണിപ്പൂരിൽ ഈ വിഷയം എന്നാ സാറേ ആരംഭിച്ചത്? 1992 ആരംഭിച്ചു. 1992 ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ആരാ സാറേ? പറ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്. 92 ആരംഭിച്ചത് ആരൊക്കെ തമ്മിലാ ഒന്ന് പറയൂ. അന്ന് സംഭവിച്ചത് നാഗയും കുക്കിയും തമ്മിൽ. ഇപ്പൊ സംഭവിച്ചത് ആരൊക്കെ തമ്മിലാ? നാഗയും കുക്കിയും. നാഗയൊന്നും സാറേ, മെയ്ത്തിയും കുക്കിയും. അപ്പൊ നാഗ എവിടെ പോയി? താങ്കൾ അതിനെ കുറിച്ച് പഠിച്ച് എന്നോട് ചോദിക്കാൻ വന്നുകൊണ്ട് കാര്യങ്ങൾ വിശദമായി തന്നെ പറയൂ. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മെയ്ത്തികളും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടിയത് എപ്പോ മുതലാണ്? മെയ്ത്തികൾക്ക് ആരുടെ പിന്തുണയുണ്ട്? ഇത് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. നീ ഒന്നും പറയണ്ട. 1992 ഇന്ത്യ മഹാരാജ്യം ഇതും അതും തമ്മിൽ വ്യത്യാസമാണ്. അതും ഇതും എന്ന് പറയുന്നത് രണ്ട് ജാതികളല്ലേ സാറേ? അല്ലല്ലോ, രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയാണ്. അന്ന് കുക്കികൾക്ക് ആര് പിന്തുണ കൊടുത്തു? നാഗയ്ക്ക് ആര് പിന്തുണ കൊടുത്തു? മെയ്ത്തിക്ക് ഇപ്പോൾ ആര് പിന്തുണ കൊടുക്കുന്നു? അതാണ് സാറേ രാഷ്ട്രീയ വിഷയം. സാറേ പറഞ്ഞു കുഴപ്പത്തിലാവരുത്. ആ വിഷയത്തിൽ നിങ്ങൾ ഡിഫൻസിലാണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മോദി സർക്കാർ മണിപ്പൂർ സന്ദർശിക്കാതെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. അതിന് താങ്കൾക്ക് എന്താണ് മറുപടി? എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗം. സാറേ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ട് അടുത്തതിലേക്ക് സാർ വരിക. സാറേ ഞാൻ പറയുന്നത് മണിപ്പൂരിലെ വിഷയം കുറച്ച് ക്രൈസ്തവരെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ വെട്ടിലാക്കുവാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നൊക്കെ ആചാരം വാങ്ങിട്ട് എന്തു പറഞ്ഞാലും മണിപ്പൂർ എന്ന് പറയുമ്പോൾ മണിപ്പൂരിനോട് ചേർന്നുള്ള ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങളാണെന്നുള്ള ബോധ്യം സാറിന് ആദ്യം ഉണ്ടാകണം. അതാണ് ആശങ്ക. എന്താ ആശങ്ക? അവിടെ പള്ളികൾ കത്തുമ്പോ ഭരണ സംവിധാനം നോക്കുകുത്തിയാവുന്നു. എന്താ ആശങ്കയാ സാറേ ഉള്ളത്? എത്ര പള്ളികൾ കത്തി സാർ? രണ്ടാമതായി സാറേ 1993-92 ആ പ്രക്ഷോഭം തീരുന്നത്. പിന്നെ 1997 സാറേ എത്ര പള്ളികൾ തകർക്കപ്പെട്ടു? സാറേ ഒരു ക്രൈസ്തവനും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് പള്ളികളല്ലാതെ അമ്പലങ്ങളാണോ സാറേ? ക്രൈസ്തവനുമാണോ ഏറ്റുമുട്ടിയത്? കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മെയ്ത്തികൾ ക്രൈസ്തവരാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഞാനാണ് സാറേ പറഞ്ഞത്. അവിടെ 47% ക്രൈസ്തവരുള്ള ഒരു സംസ്ഥാനമാണ് സാറേ മണിപ്പൂർ. ആ മണിപ്പൂരിലെ സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ രണ്ട് വിഭാഗങ്ങളിലുള്ള ക്രൈസ്തവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയം 47% എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷമാണ്. 50-ന് മുകളിൽ വരണം ഭൂരിപക്ഷമാവണമെങ്കിൽ. ഞാൻ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ മണിപ്പൂരിൽ നിന്ന് സാറ് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ തന്നെ വെല്ലുവിളിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്റെ അരിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം.